ഷോക്കേറ്റ് മരിച്ച അനന്തു പഠിച്ച CKHSS മണിമൂളിയിൽ നിന്നാണ് സുഹൈൽ മുഹമ്മദ് തത്സമയം ചേരുന്നത്. സുഹൈൽ, വൈകാരികമായ ഒരു നിമിഷമാണ്. കൂട്ടുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, ഇനി അവൻ മടങ്ങി വരില്ലല്ലോ എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന്. എന്താണ് ഇപ്പോൾ ആ കുട്ടികൾ പറയുന്നത്? അനുജ, അനന്തുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട CKHS മണിമൂളിയിലെ സ്കൂളിലാണ് നമ്മളുള്ളത്. അവൻ പഠിച്ച 10ാം തരം ക്ലാസ്സാണിത്, 10th A. ഇവിടെ 39 വിദ്യാർത്ഥികളാണ് ആകെ ഉണ്ടായിരുന്നത്. എല്ലാവരും പ്രിയപ്പെട്ടവരെ പോലെ, സുഹൃത്തുക്കളെ പോലെ, സഹോദരന്മാരെ ഒന്നിച്ചൊരുമിച്ച് കഴിഞ്ഞിരുന്ന ക്ലാസ് മുറിയാണ്. ആ 39 പേരിൽ നിന്ന് 38ലേക്ക് ക്ലാസിന്റെ സ്ട്രെങ്ത് കുറയുന്നു. അനന്തുവിന്റെ വിയോഗം അനന്തു അവരുടെ മനസ്സിൽ മാത്രമായി മാറുന്നു. അവന്റെ സാന്നിധ്യം ഈ ക്ലാസ്സിൽ ഇല്ലാതാകുന്നു. നമ്മൾ അന്വേഷിച്ചപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത് നമ്മൾ കണ്ടതാണ്, സഹപാഠികളുടെയൊക്കെ പൊട്ടിക്കരച്ചുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു വ്യക്തി മറ്റുള്ളവരുടെ, സഹപാഠികളുടെ, സുഹൃത്തുക്കളുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ പതിയുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ വൈകാരികനാകാൻ പറ്റൂ. ഇപ്പോൾ എന്നൊരു ഏറ്റവും പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചർ മിസ്സാണ് നമ്മളിപ്പോൾ ചേരുന്നത്. ടീച്ചർ ഇപ്പം 39 പേരുണ്ടായിരുന്ന ക്ലാസ്സാണ് 38ലേക്ക് ചുരുങ്ങുന്നത്. നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു വിഷമമാണ്. ഇന്ന് എൻ്റെ ക്ലാസ്സിലെ കുട്ടിയില്ലല്ലോ എന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ക്ലാസ്സിൽ വരുമ്പോൾ എന്തായിരിക്കും കുട്ടികളുടെയൊക്കെ ഒരു പ്രതികരണം, എന്തായിരിക്കും, എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരിയധികം ആലോചിച്ചിരുന്നു ഇന്നലെ തന്നെ. ഈ സ്വാഭാവികമായിട്ടും അനന്തു ഇരിക്കുന്ന ഇടമാണ്, അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നും മിസ്സിന്. അനന്തു പഠിച്ച CKHSS മണിമൂളിയിൽ ഇന്നിപ്പോൾ ക്ലാസ് തുടങ്ങാറായിരിക്കുന്നു. 39 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന ക്ലാസ്സിൽ ഇനി 38 പേർ മാത്രം അവശേഷിക്കുന്നു എന്നുള്ളതാണ്. ആ വിയോഗം കൂട്ടുകാർക്കും അധ്യാപകർക്കും ഒക്കെ താങ്ങാവുന്നതിനും അപ്പുറത്തേക്കാണ്. മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. പഠിത്തം മാത്രമല്ല, മറ്റ് കലാപരിപാടികൾ ഉൾപ്പെടെ പാട്ടിലും ഫുട്ബോളിലും ഒക്കെ മിടുക്കനായിരുന്ന വിദ്യാർത്ഥിയാണ് അനന്തു. ഇന്നിപ്പോൾ അല്പസമയത്തിനകം ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. അനന്തു ഇല്ലാത്ത ഒരു സ്കൂൾ, ക്ലാസ് മുറി എന്നൊക്കെയുള്ളത് ആ കുട്ടികളെ സംബന്ധിച്ച് ഏറെ വേദനാജനകമാണ്.